ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിറഞ്ഞോടുന്ന സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായി വീണ്ടും നമ്മളെത്തുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട എന്നുള്ളത്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഹാൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഹാൽ ഇതാ ഈ ഒരു ന്യൂ ഇയർ ദിനത്തിന് മികച്ച രീതിയിൽ മുന്നോട്ടുള്ള കുതിപ്പ് തുടരുകയാണ്. ഇന്ന് നമുക്ക് ഒരാഴ്ച പിന്നിട്ട് ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നോക്കാം. 188ഓളം ഷോകളിൽ നിന്ന് 2700 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 4,42,000 രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി വന്നത്. അതായത് 8 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാ സിനിമകൾക്കും ന്യൂ ഇയർ ദിനം ഒരു ഇടിവ് വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും ന്യൂ ഇയർ ആഘോഷം ആയതുകൊണ്ട് തന്നെയായിരിക്കാം. എന്തായാലും മികച്ച രീതിയിൽ തന്നെ സിനിമ പോവുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിയോളമാണ് സിനിമ ഇപ്പോൾ നേടിയിരിക്കുന്നത്. ട്രാക്കിങ്ങിലൂടെ മാത്രം സിനിമ 63,63,000 രൂപയാണ് നേടിയിരിക്കുന്നത്. നിവിൻ പോളി നായകനായി എത്തിയ സർവം മായ 8ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജനുവരി 1-ാം തീയതി മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളുമായി സിനിമ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ 1450ഓളം ഷോകളിൽ നിന്ന് 1,91,000 ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയത്. 50% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 3,21,94,000 രൂപയോളമാണ്. കഴിഞ്ഞ ദിവസത്തേക്കാൾ ഒരു ഇടിവ്, അത് ന്യൂ ഇയർ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാം. നാളെ മുതൽ വീണ്ടും കളക്ഷൻ കൂടുമെന്നുള്ളതിന് യാതൊരു സംശയങ്ങളും കാര്യങ്ങളുമൊന്നുമില്ല. അതായത് 3,60,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ഇന്നലത്തെയും കളക്ഷനായി വരുന്നത്. ഇന്നും റീസെയിലൂടെ സിനിമ ഏകദേശം 1 കോടിക്കടുത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടില്ല. ഏറെക്കുറെ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 32 കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 60 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ക്രിസ്മസ് കാലത്ത് വന്നതിൽ ഏറ്റവും വലിയ ഹിറ്റാകാൻ പോവുകയാണ് ഈ ഒരു സിനിമ. അഭിപ്രായത്തിൻ്റെ കാര്യത്തിലും കളക്ഷൻ്റെ കാര്യത്തിലും വമ്പൻ ഹിറ്റടിച്ച് ഈ ഒരു സിനിമ മുന്നോട്ട് പോവുകയാണ്. ഇനിയുമുള്ള 5 ദിവസങ്ങൾ കൂടെ അവധി ദിനങ്ങൾ പോലെ തന്നെയാണ് സിനിമയ്ക്ക്. എന്തായാലും വരുന്ന ഞായറാഴ്ച വരെ അല്ലെങ്കിൽ 5-ാം തീയതിക്ക് അല്ലെങ്കിൽ 4-ാം തീയതി വരെയുള്ള ഗംഭീര കളക്ഷൻ വരും. അതിനുശേഷമായിരിക്കാം ഒരു ഇടിവും കാര്യങ്ങളുമൊക്കെ വരാൻ പോകുന്നത്. ഇതിനോടകം തന്നെ റെക്കോർഡ് ഇടുകയാണ്. നിവിൻ പോളിയുടെ ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവാണ്. മോഹൻലാൽ സിനിമ കഴിഞ്ഞാൽ അത്രത്തോളം പവർഫുള്ളായിട്ട് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ നിറഞ്ഞോടുന്നത് അത് നിവിൻ പോളിയുടെ ചിത്രം തന്നെയാണ്. എന്തിന് മോഹൻലാൽ ചിത്രം അല്ലെങ്കിൽ ദിലീപ് ചിത്രമൊക്കെ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ കവർ ചെയ്ത് തന്നെയാണ് ഈ ഒരു സിനിമ, ഈ ഒരു കുഞ്ഞൻ സിനിമ പോകുന്നത്. വമ്പൻ ഹിറ്റായി മാറുകയാണ്. ഏകദേശം 10 കോടിക്ക് താഴെ ബഡ്ജറ്റിലുള്ള ഈ സിനിമ 100 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മോഹൻലാൽ നായകനായി എത്തിയ തെലുങ്ക് ചിത്രം വൃഷഭ ഒരാഴ്ച പിന്നിടുകയാണ്. ഒരാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നു സ്റ്റഡി കളക്ഷനുമായി സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. 7ാം ദിനമായ 31-ാം തീയതി ഡിസംബർ 31-ാം തീയതി നമുക്ക് കാണാൻ കഴിഞ്ഞു 2,58,00,000 രൂപയോളം സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 3.5 കോടിക്ക് അടുത്ത് നേടിയ ചിത്രം ഇന്നലെ മാത്രം 2,58,00,000 രൂപയാണ് നേടിയത്. അതായത് ഏകദേശം 4 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ 64 ലക്ഷം രൂപ കടന്ന സിനിമ ഏകദേശം 90 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കടന്നിരിക്കുന്നത്. വലിയ താമസമില്ലാതെ 1 കോടി ടച്ച് ചെയ്യും. സിനിമയുടെ ടോട്ടൽ ആയിട്ട് വന്നിരിക്കുന്നത് ഏകദേശം 2 കോടിക്ക് താഴെയാണ്. ബബ്ബ ദിലീപ് ചിത്രം ഇതാ 14 ദിനങ്ങൾ പിന്നിടുകയാണ്. ഇന്ന് സിനിമയുടെ ഷോ കൗണ്ടുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമാണ്. ഇന്നലെ സിനിമയ്ക്ക് 592 ഷോകളാണ് ഉണ്ടായിരുന്നത്. 7,700ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 11,80,000 രൂപയോളം, അതായത് 20 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇന്നലത്തെയും കളക്ഷൻ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടി കടന്ന് സിനിമ മുന്നോട്ട് പോകുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഒരുപക്ഷെ നാളെ 50 കോടിയുടെ ഒരു പോസ്റ്റർ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അത്രത്തോളം മുന്നോട്ട് പോവുകയാണ് സിനിമ. പലപ്പോഴും അല്ലെങ്കിൽ പല മാധ്യമങ്ങളിലും ഒരു വിജയം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം നമുക്ക് ഇനിയും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു ബഡ്ജറ്റ് തന്നെയാണ് പ്രധാന വില്ലനായിട്ട് നിൽക്കുന്നതെങ്കിലും സിനിമ കുറേ ഏറെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ പ്രസൻസ് തന്നെയാണ് ഈ ഒരു സിനിമയെ മുന്നോട്ട് നയിച്ചിരിക്കുന്നത്. മോഹൻലാലിൻ്റെ സെക്കൻഡ് ഹാഫിലെ പ്രകടനം തന്നെ ഈ ഒരു സിനിമയ്ക്ക് വലിയ ലിവറേജ് കൊടുക്കുകയും വീണ്ടും 2025 മോഹൻലാൽ വർഷമാക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, വരുന്ന ഒരാഴ്ചയോടുകൂടി ഒരുപക്ഷെ സിനിമയുടെ ഫൈനൽ റണ്ണിലേക്ക് പോകാനുള്ള ചാൻസുകളുണ്ട്. 9-ാം തീയതി തമിഴ് ചിത്രം വരുന്നതോടുകൂടി തന്നെ സിനിമ ഇതിനോടകം റണ്ണിങ് അവസാനിപ്പിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട്. മമ്മൂട്ടിയുടെ കളങ്കാവൽ ഇതാ 27 ദിനങ്ങൾ പിന്നിട്ട് ന്യൂ ഇയർ ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു. 28-ാം ദിനം. 27-ാം ദിനത്തിൽ സിനിമയ്ക്ക് 134ഓളം ഷോകളുണ്ടായിരുന്നു. 2,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. സിനിമയ്ക്ക് 4,10,000 രൂപയാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് 8-9 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് 27-ാം ദിവസവും വന്നിരിക്കുന്നത്. 84.5 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോവുകയാണ്. മമ്മൂട്ടി സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 2ാമത്തെ ചിത്രമായിരിക്കുകയാണ്. ഇതിനോടകം തന്നെ GCCയിലും സിനിമ 30-ാം ദിവസത്തിലേക്ക് അടുക്കുകയാണ്.
27 ദിനങ്ങൾ പിന്നിട്ട് സിനിമ ഗംഭീരമായി പോകുന്നു. $4 മില്യൺ അവിടുന്ന് തൂക്കുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 38 കോടിയിലേക്ക് സിനിമ എത്തുകയാണ്. 37 കോടി 50 ലക്ഷം രൂപ കഴിഞ്ഞു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ ഈ ഒരു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.